നമസ്കാരം, ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലെ സിദ്ധാർത്ഥന്റെ മരണത്തിന് ശേഷം പുറത്തു വരുന്ന റാഗിംഗ് കഥകൾ ഞെട്ടിക്കുന്നതാണ്. ഇങ്ങനെയും ക്രൂരന്മാരുണ്ടോ എന്ന് ചിന്തിച്ചു പോകും. അതിലൊന്നാണ് ഇന്നും റാഗിംഗ് ക്രൂരതയുടെ ബാക്കി പത്രവുമായി കഴിയുന്ന അവിനാഷ് എന്ന ചെറുപ്പക്കാരൻ. ഒറ്റ രാത്രി തന്റെ ജീവിതം മാറ്റിമറിച്ച ആ റാഗിംഗ് ദിനത്തെ കുറിച്ച് ഓർക്കുമ്പോൾ ഇരിങ്ങാലക്കുട സ്വദേശി OS അവിനാഷിന് ഇന്നും പേടിയാണ്. 22ാമത്തെ വയസ്സിൽ ആ ചെറുപ്പക്കാരന് കോട്ടയം നാട്ടകം പോളിടെക്നിക്കിലെ റാഗിംഗ് ക്രൂരത സമ്മാനിച്ചത് വൃക്കയ്ക്ക് തകരാർ സംഭവിച്ചത് മൂലമുള്ള 5 ഡയാലിസിസുകൾ. BSNLിലെ സാധാരണ ജീവനക്കാരനായിരുന്ന അവിനാഷിന്റെ അച്ഛൻ. നന്നേ പാവപ്പെട്ട കുടുംബം, കുഞ്ഞു വീട്, എത്രയും പെട്ടെന്ന് മെച്ചപ്പെട്ട ജോലി ലഭിച്ചാൽ അച്ഛനൊരു കൈസഹായമാകും എന്ന് കരുതിയാണ് അവിനാഷ് 2017 കോട്ടയത്തെ നാട്ടകം പോളിടെക്നിക് കോളേജിൽ പ്രവേശനം നേടിയത്. പോളിയിലെ 18 പേരായിരുന്നു ഹോസ്റ്റലിൽ. 9 സീനിയർ വിദ്യാർത്ഥികളും 9 ജൂനിയർ വിദ്യാർത്ഥികളും. ആദ്യമൊക്കെ വലിയ സൗഹൃദം കാണിച്ചിരുന്ന സീനിയർ വിദ്യാർത്ഥികൾ പക്ഷേ പെട്ടെന്നായിരുന്നു ഏറ്റവും വലിയ ക്രൂരന്മാരായതെന്നും അവിനാഷ് ഓർത്തു പറയുന്നു. അതിന്റെ ഏറ്റവും ഭീകര ദിനമായി 2017 ഡിസംബർ 2 മാറുകയും ചെയ്തു. വീട്ടിൽ പോകാനിരുന്ന അവിനാഷിനെയും സംഘത്തെയും രാത്രി സിനിമയ്ക്ക് പോവാം എന്ന് പറഞ്ഞാണ് ഹോസ്റ്റലിൽ നിർത്തിച്ചത്. പക്ഷെ പിന്നീട് സിനിമയ്ക്ക് പോകുന്നില്ല എന്നറിയിച്ചതോടെ പിറ്റേന്ന് വീട്ടിൽ പോകാമെന്ന് കരുതി അവിടെ തന്നെ കഴിഞ്ഞുകൂടി. ആ രാത്രി കാളരാത്രിയായിരുന്നു എന്നാണ് അവിനാഷ് വേദനയോട് പറയുന്നത്. രാത്രിയായപ്പോൾ ഓരോരുത്തരെയും സീനിയർ വിദ്യാർത്ഥികളെത്തി പ്രത്യേകം മുറിയിൽ കൊണ്ടുപോയി നഗ്നരാക്കി നിർത്തി. ജൂനിയർ കുട്ടികളുടെ നഗ്നത കണ്ട് ബാക്കിയുള്ള 9 സീനിയർ വിദ്യാർത്ഥികളും പുറത്തു നിന്നും മറ്റൊരാളും ചിരിച്ച് ആസ്വദിക്കുന്ന കാഴ്ചയാണ് അവിനാഷിനെ മുറിയിലേക്ക് എത്തിയപ്പോൾ കണ്ടത്. പിന്നെ നിലത്ത് കൈകുത്തി നിർത്തിച്ച ശേഷം 100 തവണ പുഷപ്പ് ചെയ്യിപ്പിച്ചു. വീണപ്പോൾ ചവിട്ടി എഴുന്നേൽപ്പിച്ചു. അതിനുശേഷം ഒറ്റക്കാലിൽ കൈ തൊഴുതു പിടിച്ച് നിർത്തിച്ചു. അപ്പോഴേക്കും എല്ലാവരും തളർന്നു പോയെന്നും പറയുന്നു. തളർന്നപ്പോൾ നിലത്ത് കിടന്ന് നീന്താൻ പറഞ്ഞു. പിന്നീട് വലിച്ചെഴുന്നേൽപ്പിച്ച് വീണ്ടും ഒറ്റക്കാലിൽ നിർത്തിച്ചു. നിലത്ത് വീണവരെ മലർത്തിക്കിടത്തി. എന്നിട്ട് ഇരുതുടയിലും ഓരോരുത്തരുമായി കയറി നിന്ന് അലറി വിളിച്ച് ചിരിച്ചു. മുറിയുടെ നടുവിലത്തെ മേശയിലേക്ക് ഒറ്റക്കാലിൽ ചാടിക്കയറി നിർബന്ധിക്കുകയായിരുന്നു അടുത്ത പരിപാടി. കയറുന്നവരെല്ലാം നിലത്തേക്ക് വീണു. കയറി കഴിഞ്ഞവരെ നിലത്തേക്ക് ഒറ്റക്കാലിൽ ചാടിയിറങ്ങാൻ നിർബന്ധിച്ചു. ഒടുവിൽ തളർന്നു വീണവരെ അവർ ചെയ്തത് മുറിയോട് ചേർന്നുള്ള അലമാരിക്കുള്ളിലേക്ക് കുത്തിക്കയറ്റി വാതിലടയ്ക്കുകയായിരുന്നു. അവിടെ നിന്നും പുറത്തു കേൾക്കാത്ത വിധം പാട്ട് പാടാൻ പറഞ്ഞു. 2 മണിയോടെ എല്ലാവരും ഛർദ്ദിച്ചു. വെള്ളം ചോദിച്ചപ്പോൾ നിലത്ത് വലിച്ചു. വെളുപ്പിന് 2:30 ബാത്റൂമിൽ കൊണ്ടുപോയി 2 ബക്കറ്റ് വെള്ളം വീണ്ടും തലയിലൊഴിച്ച് മുറിയിലിട്ട് പൂട്ടി. ശേഷം 4 മണിയോടെ വീണ്ടും മുറിയിലെത്തി നിർബന്ധിപ്പിച്ച് മദ്യം കുടിപ്പിച്ചു. മദ്യപിച്ച് സംഭവിച്ചതാണെന്ന് വരുത്തി തീർക്കാനായിരുന്നു പദ്ധതി. പിറ്റേന്ന് രാവിലെ രക്ഷപ്പെട്ട് വീട്ടിലെത്തിയതിനു ശേഷവും റാഗിംഗ് വിവരം അവിനാഷ് പുറത്തു പറഞ്ഞിരുന്നില്ല. തൽക്കാലം ഒരു ഡോക്ടറെ കാണിച്ച് 2 ഗുളിക കഴിച്ചു. വീട്ടിലെത്തിയപ്പോൾ കഴിച്ചത് മൂലം ഭയങ്കര മസിൽ വേദനയാണെന്ന് കള്ളം പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം ആവുമ്പോഴേക്കും മറ്റൊരു കുട്ടിയുടെ പരാതിയിൽ പോളിടെക്നിക്കിലെ ക്രൂരതര വിവരം വാർത്തകളിൽ വന്നിരുന്നു. അപ്പോഴും അവിനാഷ് റാഗിംഗ് ഇരയായ വിവരം പുറത്തു പറഞ്ഞിരുന്നില്ല. പിറ്റേന്ന് ഭയങ്കര ശരീരവേദനയെ തുടർന്ന് അച്ഛനെയും കൂട്ടി ആശുപത്രിയിൽ പോവുകയും പക്ഷേ ആശുപത്രിയിൽ എത്തിയപ്പോഴേക്കും ബോധം കെട്ട് വീഴുകയും ചെയ്തു. തുടർന്ന് ഡോക്ടറോടാണ് സംഭവിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞത്. അപ്പോഴേക്കും അവിനാഷിന്റെ കേൾവി ശക്തിക്കും തകരാറ് സംഭവിക്കുകയും വൃക്കയ്ക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഇതോടെ ICUയിലുമായി. ഹോസ്റ്റൽ വാർഡനും അധ്യാപകർക്കും പോലീസുകാർക്കും എല്ലാം പോളിടെക്നിക് റാഗിംഗ് വിവരങ്ങൾ അറിയാമായിരുന്നു. എന്നാലും ആരും അത് പുറത്തു പറഞ്ഞിരുന്നില്ല എന്നും അവിനാഷ് പറയുന്നു. സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ 2 വർഷമെങ്കിലും വേണ്ടിവരുമെന്നാണ് അന്ന് ഡോക്ടർമാർ വിധി പറഞ്ഞത്. 5 തവണയാണ് അവിനാഷ് ഡയാലിസിസിന് വിധേയനായത്. അമിതമായി വ്യായാമം ചെയ്യിച്ചതിനൊപ്പം തന്നെ മദ്യം കഴിച്ചതാണ് അവിനാഷിന്റെ വൃക്കകളെ തകരാറിലാക്കാൻ കാരണമെന്നും ഡോക്ടർമാർ അറിയിച്ചിരുന്നു. സംഭവത്തിന് ശേഷം കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ നടപടി സ്വീകരിക്കാതിനായത് അവിനാഷ് നടത്തിയ ശക്തമായ നിയമ പോരാട്ടം കൊണ്ട് തന്നെയാണ്. സംഭവം നടന്നത് 2017 ഡിസംബർ മാസത്തിലായിരുന്നുവെങ്കിലും 2023 മാർച്ചിലാണ് 9 പേരെയും ശിക്ഷിച്ചുകൊണ്ട് കോടതി വിധി വന്നത്. 9 പേർക്കും 2 വർഷം തടവും ഓരോരുത്തരിൽ നിന്നും 12,000 രൂപ പിഴയുമായിരുന്നു വിധി. ഇവിടെ തനിക്ക് നേരിട്ട ക്രൂരത പുറത്തു പറയാനായി സിദ്ധാർത്ഥനെ ആ കഴുകന്മാർ ബാക്കി വെച്ചില്ല. നിയമവും ശിക്ഷയും ശക്തമാകുമ്പോഴും റാഗിംഗ് മൂലം 5 വർഷം കൊണ്ട് രാജ്യത്ത് 25 ആത്മഹത്യകൾ നടന്നു. കേരളത്തിലെ ക്യാമ്പസുകളിൽ ജനാധിപത്യമല്ല, മൃഗാധിപത്യമാണ് നടക്കുന്നത്.